ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ 8:23 KSEBയുടെ ഒരു മെസ്സേജ് വന്നു, 5 മണി വരെ കറണ്ട് ഉണ്ടാവുകയില്ല എന്ന്. അപ്പോൾ തന്നെ കറണ്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു. നമ്മുടെ മെയിൻ ടാങ്കിലും അതുപോലെ തന്നെ ഷീറ്റ് ഉറയ്ക്കാനുള്ള ടാങ്കിലും ഒക്കെ വെള്ളം വളരെ കുറവായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇത് നമ്മൾ നേരത്തെ നമ്മുടെ വാട്ടർ പമ്പ് അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് ബ്രഷ് കട്ടറിലുള്ള വാട്ടർ പമ്പ് അറ്റാച്ച്മെൻറ്റിന് വേണ്ടി നമ്മൾ 1 ഇഞ്ചിൻ്റെ 5.5 മീറ്റർ പൈപ്പിൽ ഫുഡ് വാൽവും അതുപോലെ കണക്ടറും ഒക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈപ്പാണ്. ഇതാണ് നമ്മളിന്ന് സെക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത പുതിയ എൻജിൻ തന്നെയാണ്. അത് ഷോപ്പിലിരുന്ന് പൊടിയൊക്കെ പിടിച്ചുകൊണ്ടാണ് ഒരു മങ്ങലൊക്കെ കാണുന്നത്. സ്റ്റാർട്ടിംഗ് ഒക്കെ കറക്റ്റ് ആയതിനു ശേഷം ഞാൻ നമ്മുടെ ഓപ്പൺ വെല്ലിലേക്ക് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ വെല്ല്. ഞാൻ മുമ്പും എൻ്റെ പല വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും തോട്ടത്തിൻ്റെ പുറകിൽ അതിർത്തിയിൽ കൂടിയാണ്, അതിർത്തിക്കടുത്താണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പുറകിലുള്ള തോട്ടക്കാർ ഒരു നല്ല വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ സൈഡിൽ കൂടി. മുമ്പ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആ വഴി അവിടെ ഇല്ലായിരുന്നു. 2 ദിവസമായിട്ടുള്ളവർ ഉണ്ടാക്കിയിട്ട്. നമ്മുടെ വീടിൻ്റെ ലെവലിൽ നിന്ന് വളരെ താഴെയാണ് നമ്മുടെ കിണർ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ബോർവെല്ലിൽ ഉപയോഗിക്കുന്ന ഒരു സബ്മർസിബിൾ പമ്പാണ് ഞങ്ങൾ ഈ കിണറ്റിലേക്ക് ഇറക്കിയിരിക്കുന്നത്. എന്നാലേ ഞങ്ങളുടെ മെയിൻ ടാങ്കിലേക്ക് നല്ല പവറിൽ വെള്ളം കിട്ടത്തുള്ളൂ. പല പമ്പുകളും ഉപയോഗിച്ച് പരാജയപ്പെട്ടതിന് ശേഷമാണ് ബോർവെല്ലിൽ ഉപയോഗിക്കുന്ന ഒരു സബ്മർസിബിൾ പമ്പ് ഇറക്കിയതിന് ശേഷം അത് നല്ല പവറിൽ കിട്ടുന്നുണ്ട്.
ഇപ്പോൾ നമ്മുടെ സക്ഷൻ്റെ ഭാഗം നല്ല ടൈറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് ഇത് തുറക്കാനൊരു സംവിധാനം മുകളിലുണ്ട്. അതിപ്പോൾ ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്. അതിലൂടെയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. വെള്ളം ഒഴിക്കുന്ന സൗകര്യത്തിനായിട്ട് ഞാനത് മുകളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, കിണറിൻ്റെ മുകളിലേക്ക്. അപ്പോൾ നമ്മുടെ ഫിറ്റിങ്സ് ഒക്കെ ഓക്കെയാണ്. സെക്ഷന് വേണ്ടിയുള്ള നമ്മുടെ ഫിറ്റിങ്സ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനിയും ഞാൻ മെയിൻ ലൈൻ കട്ട് ചെയ്യുകയാണ്. അതായത് നമ്മുടെ സബ്മർസിബിൾ പമ്പിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന മെയിൻ ലൈൻ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ കട്ട് ചെയ്യാതെ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ സാധിക്കത്തില്ല. മണ്ണിനടിയിൽ കൂടെ ആണ് പൈപ്പ് കിടക്കുന്നത്. വേറെ പൈപ്പ് നമ്മൾ കൊടുക്കണമെങ്കിൽ ഒരുപാട് പൈപ്പ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് റിസ്ക് എടുത്ത് മെയിൻ ലൈൻ കട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഡെലിവറി പൈപ്പ് മെയിൻ ലൈനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോയി വീട്ടിൽ വെള്ളം എത്തിയോ എന്ന് നോക്കണം, എത്ര പവർ ഉണ്ടെന്ന് നോക്കണം. അതിനായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നല്ലൊരു കയറ്റമാണ്. അത്യാവശ്യം നല്ല ദൂരവും ഉണ്ട്.
അപ്പോൾ ഇതുവരെ മണ്ണിനടിയിൽ കൂടെ ആയിരുന്നു നമ്മുടെ പൈപ്പ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ച് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുറ്റത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഇതിൽ വെള്ളം അത്യാവശ്യം ഫോഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ടാങ്കിൽ ഇപ്പോൾ വീണുകൊണ്ടിരുന്ന പൈപ്പ് അടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ടാങ്ക് ഇരിക്കുന്നത് ഇത്ര ഹൈറ്റാണ്, നിങ്ങൾ കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഏറ്റവും മുകളിലാണ് ഇരിക്കുന്നത്. അതിലേക്ക് വെള്ളം വീഴുന്ന സൗണ്ട് ഞങ്ങൾ താഴെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരീക്ഷണം ഇന്നത്തെ വിജയിച്ചു എന്ന് തന്നെ കരുതാം. താഴെയുള്ള ആവശ്യങ്ങൾക്കുള്ള വെള്ളം നമുക്ക് ഓൾറെഡി ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടാങ്കിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫുള്ളായി കിട്ടുമെന്ന് കരുതുന്നു. ഈ ബ്രഷ് കട്ടർ വാട്ടർ പമ്പ് നമുക്ക് 7500 മുതൽ 8500 രൂപ വില വരെയൊക്കെയാണ് മാർക്കറ്റിൽ ലഭിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.